السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരികൾ, പ്രവാചകനോടുള്ള സ്നേഹം അത് എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്? എപ്പോഴാണ് അത് യഥാർത്ഥത്തിൽ പ്രവാചക സ്നേഹമായി തീരുക? എപ്പോഴാണ് പ്രവാചക സ്നേഹമാണെന്ന ധാരണയിൽ ചില ആളുകൾ കാട്ടിക്കൂട്ടുന്നത് അത് പ്രവാചകനോടുള്ള ഇഹാനത്ത്, പ്രവാചക നിന്ദയായി തീരുക? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ മഹബത്ത് എന്ന് പറയുന്നത്, മഹബത്തിനൊരു ഖാനൂനുണ്ട്. മനുഷ്യൻ്റെ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന സ്നേഹം, ഇഷ്ടമുണ്ട്. അത് പ്രത്യേകിച്ചൊരാളതിന് പ്രേരിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് മനുഷ്യൻ്റെ പ്രകൃതത്തിൽ ഊട്ടപ്പെട്ടതാണ്. ഉദാഹരണത്തിന്, പിതാവിന് മകനോടുള്ള സ്നേഹം അത് തബീഴിയാണ്, അത് പ്രകൃതിപരമായി മനുഷ്യനുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ മക്കളോട് സ്നേഹം അല്ലെങ്കിൽ മക്കളുടെ വിഷയത്തിൽ പിതാവിനെ ഉപദേശിക്കുന്ന ഒരു സന്ദർഭം മാത്രമേ ഖുർആനിലുള്ളൂ. എന്താണത്? യൂസീക്കുമുല്ലാഹു ഫി ഔലാദിക്കും ലിദ്ദക്കരി മിസ്ല ഹദ്ദിൽ ഉൻസ എന്ന് പറയുന്ന അല്ലാഹു സുബ്ഹാനഹു തആല മക്കളുടെ വിഷയത്തിൽ പിതാവിനെ ഉപദേശിക്കുന്ന ഒരു കാര്യം. അതേറെ മറിച്ച് മക്കൾ പിതാവിനോട് അങ്ങോട്ട് കാരുണ്യവും സ്നേഹവും കാണിക്കുന്നതിനെക്കുറിച്ചും മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട ബഹുമതികളെക്കുറിച്ചുമൊക്കെ ധാരാളമായി വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ തബഈയായ സ്നേഹം അത് അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാൽ ഇഖ്തിയാരിയായ, അതായത് നമ്മൾ നിർബന്ധമായും സ്നേഹം കാണിക്കേണ്ട, അതല്ലെങ്കിൽ അതൊരു തബീയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറ്റൊന്ന് നമ്മുടെ മതവിധിയുടെ അടിസ്ഥാനത്തിൽ പടച്ചവനെയും അള്ളാഹുവിനെയും അതുപോലെ തന്നെ റസൂലിനെയും സ്നേഹിക്കുന്നത്, ആ കാര്യത്തിൽ നമുക്ക് വളരെ വ്യക്തമായ ചില ധാരണകൾ ഉണ്ടാകേണ്ടതുണ്ട്. നമുക്ക് കാണാം, ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഖത്താബിൻ്റെ കൈ പിടിച്ച് അങ്ങനെ നടന്നു പോകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്നക ല അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ നഫ്സി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യാ ഉമർ ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്. ഫഖാല ഉമർ, അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. ഒരിക്കലും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോകുമ്പോൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എല്ലാറ്റിനേക്കാൾ എൻ്റെ നഫ്സൊഴിച്ച്, എൻ്റെ ശരീരമൊഴിച്ച് എല്ലാറ്റിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ നിങ്ങളാണ്. അപ്പോൾ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു, ലാ യാ ഉമർ, അങ്ങനെയല്ല ഉമറെ, അതുകൊണ്ട് ഈമാൻ പൂർത്തിയാവുകയില്ല. പകരം എന്താണ്, ഞാൻ നിനക്ക് നിൻ്റെ നഫ്സിനേക്കാളും ഇഷ്ടപ്പെട്ടവൻ എന്നുകൂടി നീ പറയണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എൻ്റെ നഫ്സിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടവനാണെന്ന് പറഞ്ഞപ്പോൾ, അൽ ആനയാ ഉമർ, ഇപ്പോഴാണ് കാര്യം ശരിയായത്, ഇപ്പോഴാണ് യഥാർത്ഥ സ്നേഹമായത്. കാരണം പലപ്പോഴും മനുഷ്യൻ്റെ ഹവ, അത് ഒരു പ്രത്യേകമായ വസ്തുവിനോട്, ഒരു പ്രത്യേകമായ വ്യക്തിയോട്, ഒരു പ്രത്യേകമായ കാര്യത്തോട് സ്വാഭാവികമായി ഉണ്ടാകുന്ന സ്നേഹവും കാര്യങ്ങളും അത് സ്വാഭാവികമായിട്ട് മനുഷ്യരിൽ ഉണ്ടാകും. പക്ഷെ പ്രവാചകനോട് ആ സ്വാഭാവിക സ്നേഹമല്ല ഉണ്ടാകേണ്ടത്. നേരെ മറിച്ച് ആ പ്രവാചകനാണ് എൻ്റെ എല്ലാ ഹിദായത്തിൻ്റെയും കാരണക്കാരൻ. ഞാൻ സത്യം പറയുന്നത്, ഞാൻ ആരാധിക്കുന്നത്, ഞാൻ വൃത്തിയായി നടക്കുന്നത്, ഞാൻ എൻ്റെ സാമൂഹിക ജീവിതത്തിൽ കാണിക്കുന്ന ബാധ്യതകൾ, എൻ്റെ കുടുംബത്തോട് കാണിക്കുന്ന ബാധ്യതകൾ, എൻ്റെ റബ്ബിനോട് കാണിക്കുന്ന ബാധ്യതകൾ, ഇങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഈ രൂപത്തിൽ ആയിത്തീരാൻ കാരണക്കാരൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, പ്രവാചകനാണ്. അതുകൊണ്ട് ആ പ്രവാചകനെ ഞാൻ സ്നേഹിക്കേണ്ടതാണ് എന്ന ഏറ്റവും ലളിതമായ ഒരു സത്യമാണ് പ്രവാചക സ്നേഹത്തിൽ അടങ്ങിയിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ നമുക്ക് സഹാബാക്കളുടെ ആ സ്നേഹത്തിൻ്റെ രീതി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രഗത്ഭനായ സഹാബി അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വന്നപ്പോൾ അങ്ങനെ പല ആളുകളും നബിയെ സ്വീകരിക്കാനും നബിയെ സൽക്കരിക്കാനും അവരൊക്കെ നബിയെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകക്കയറ് പിടിച്ച് പലരും പലരുടെയും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഉത്രുക്കുഹ ഫഇന്നഹ മഅ്മൂറ, നിങ്ങൾ ആ ഒട്ടകത്തെ വിട്ടേക്കൂ, അതിന് എവിടെയാണ് ചെന്ന് മുട്ടുകുത്തേണ്ടത്, എവിടെയാണ് ചെന്ന് കയറേണ്ടത് എന്ന് അതിന് കൽപ്പനയുണ്ട്. അങ്ങനെ അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീട്ടിൻ്റെ മുറ്റത്താണ് ആ ഒട്ടകം വന്ന് മുട്ടുകുത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ താമസിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിനന്ന് 2 തട്ടായിരുന്നു, അടിയിലൊരു തട്ട്, മുകളിലൊരു തട്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം വീട്ടിൽ കിടന്നപ്പോൾ ഞാൻ താഴെ താമസിക്കാം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. കാരണം കുറച്ചുകൂടി സൗകര്യം, മാത്രമല്ല ആളുകൾക്ക് വന്ന് അദ്ദേഹത്തെ കാണാനും സംശയങ്ങൾ ചോദിക്കാനും ഒക്കെയുള്ള സൗകര്യമൊക്കെ കിട്ടുന്നത് അപ്പോഴാണ്. അതുകൊണ്ട് അദ്ദേഹം താഴെ തീരുമാനിച്ചു. വളരെ വിഷമത്തോടു കൂടിയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ നിർദ്ദേശം അദ്ദേഹം കേട്ടു. അദ്ദേഹം മുകളിലെ തട്ടിൽ താമസിച്ചു. അങ്ങനെ മുകളിലെ തട്ടിൽ താമസിക്കുമ്പോഴും പ്രവാചകൻ്റെ മുകളിലാണ് അദ്ദേഹം കിടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിന് വലിയ പ്രയാസമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരു അല്പം വെള്ളം തൂകിപ്പോയപ്പോൾ അതിലെ ഒരു തുള്ളി താഴോട്ടിറ്റി അത് പ്രവാചകൻ്റെ ദേഹത്തായി പോകുമോ എന്ന് അക്ഷമ കാണിക്കുന്നതും പെട്ടെന്ന് വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് അത് തുടച്ചു വൃത്തിയാക്കുന്നതുമൊക്കെ ഹദീസിലുണ്ട്. അത്ര പ്രയാസകരമായ ഒരു പ്രവാചകൻ്റെ ദേഹത്ത് എന്തെങ്കിലും വിധത്തിലുള്ള ഒരു ഉപദ്രവം അദ്ദേഹത്തിന് ഒരു ഇടങ്ങേറുണ്ടാവാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. പകരം അദ്ദേഹം താഴെ വന്നു. പിന്നീട് പ്രവാചകനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷമം, നിങ്ങൾ മുകളിൽ കിടക്കണം, ഞാൻ താഴെ കിടന്നോളാം. കാരണം നിങ്ങൾക്ക് ഒരു വിഷമവും ഒരു ബുദ്ധിമുട്ടും അതുകൊണ്ടുണ്ടാകാൻ പാടില്ല. നിങ്ങൾ താഴെ കിടക്കുമ്പോൾ എന്തെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ അദ്ദേഹത്തിന് നിർബന്ധത്തിന് വഴങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുകളിലേക്ക് മാറി താമസിച്ചു. ഇത് ഒരു ഉദാഹരണമാണ്. വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്ന സഹാബാക്കളുടെ ഒരു രീതിയാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. സ്നേഹമെന്ന് പറയുന്നത് അത് മനസ്സിൽ ഉള്ള ഏറ്റവും വളരെ അതിൻ്റെ ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദിയ കൊടുക്കാറുണ്ടായിരുന്നു സഹാബാക്കൾ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസിക്കുമ്പോഴാണ് നബിക്ക് കൂടുതൽ സമ്മാനങ്ങൾ കിട്ടുക. കാരണം നബിയുടെ മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിവസമായിരിക്കും അത് ആയിഷയുടെ വീട്ടിലുള്ള ദിവസം എന്നവർക്കറിയാമായിരുന്നു. പൊതുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഭാര്യമാർ അതിൽ ഒരു വിഭാഗം ഉമ്മു സലമയുടെ നേതൃത്വത്തിലും മറ്റൊരു വിഭാഗം ആയിഷയുടെ നേതൃത്വത്തിലും, അങ്ങനെ അവർ സാധാരണഗതിയിൽ ഒരു സംഘമായി 2 സംഘമായി ഇങ്ങനെ പരസ്പരം എതിർപ്പുണ്ട് എന്നതിൻ്റെ അർത്ഥം. എന്നാലും അവർ അങ്ങനെയൊരു സാമൂഹികമായി മാനുഷികമായുള്ള കാര്യങ്ങൾ അവർക്കിടയിലുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, നിങ്ങൾ സഹാബത്തിനെ ഉപദേശിക്കണം. എൻ്റെ വീട്ടിൽ നിങ്ങളുണ്ടായിരിക്കുമ്പോഴും കുറച്ച് സമ്മാനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി അവരോട് പറയണം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്ന സമയത്ത് മാത്രം ആളുകൾ ഹദിയ തിരഞ്ഞെടുത്ത് തരുന്നത് ഒഴിവാക്കാൻ പറയണം എന്ന് സ്വാഭാവികമായ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അവർ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുദീനി ഫി ആയിഷ, ആയിഷയുടെ വിഷയത്തിൽ നീ എന്നെ ബുദ്ധിമുട്ടിക്കരുത് ഉമ്മു സലമയോട് പറഞ്ഞു. കാരണം ഞാൻ ഏതെങ്കിലും സന്ദർഭത്തിൽ ഞാൻ ആയിഷയുടെ വിരിപ്പിൽ ആയിഷയുടെ കൂടെ കിടക്കുമ്പോഴാണ് വഹയി പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിർത്തിവെച്ചിട്ടില്ല. മറ്റൊരു സന്ദർഭത്തിൽ മറ്റു ഭാര്യമാരുടെ കൂടെ ആയിരിക്കുമ്പോൾ ഇതുണ്ടായിട്ടില്ല. നേരെ മറിച്ച് ഞാൻ ആയിഷയുടെ ഹിജ്റിൽ ഉണ്ടാകുമ്പോൾ, മടിയിലുണ്ടാകുമ്പോൾ എൻ്റെ അടുക്കൽ വഹയുമായി ജിബ്രീൽ വരികയും എനിക്ക് വഹയിൻ്റെ സന്ദേശങ്ങൾ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അത്രമാത്രം ഉള്ള ഒരു പ്രത്യേകത ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കുണ്ട്. അതുകൊണ്ട് അവരുടെ വിഷയത്തിൽ അപ്പോൾ സ്വാഭാവികമായും ഭാര്യമാരെന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്കൊരു ആയിഷ, എപ്പോഴും ആയിഷ എന്നൊക്കെ പറഞ്ഞ് പ്രതിഷേധിക്കേണ്ടതില്ലേ? നേരെ മറിച്ച് അതൂബ് ഇലല്ലാഹ്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആ സമയത്ത് തന്നെ പശ്ചാത്തപിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞുപോയ കാര്യത്തിൽ
എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഉണ്ടായത്. ഇതുപോലെ തന്നെ മറ്റൊരു സംഭവം ജുവൈരിയയുടെ സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി ബനു മുസ്തലഖ് യുദ്ധമുണ്ടായി. ആ ബനു മുസ്തലഖ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം ആ ബനു മുസ്തലഖ് ഗോത്രത്തിലെ ഒരുപാട് ആളുകൾ പിന്നെ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ആളുകൾ എന്ന നിലക്ക് സഹാബാക്കളുടെയും അതുപോലെ തന്നെ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്കുമൊക്കെ അതിൻ്റെ ഗനീമത്ത് സ്വത്ത് ഹോരി വെച്ച് കൊടുക്കുന്ന കൂട്ടത്തിൽ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ആളുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഭജിച്ച് നൽകി. അതിലൊരു സഹാബിയുടെ അടുക്കലാണ് ജുവൈരിയ റളിയല്ലാഹു അൻഹ എത്തിയത്. ജുവൈരിയ ബിൻത്ത് അൽ ഹാരിസ് ബനു മുസ്തലഖ് ഗോത്രത്തിലെ പ്രമുഖനായ ഹാരിസിൻ്റെ മകളാണ്. വളരെയധികം സൗന്ദര്യമുള്ള, വളരെയധികം ആളുകൾ ബഹുമാനിക്കുന്ന ഒരു സ്ത്രീയാണ് ജുവൈരിയ റളിയല്ലാഹു അൻഹ. ഒരിക്കൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ ഇപ്പോഴത്തെ ജീവിതം എനിക്ക് വളരെയധികം വിഷമമാണ്. ഒരടിമയായി ജീവിക്കുക എന്ന് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ യജമാനനോട് ഒരു മുഖാത്തബത്ത് നടത്തുകയാണ്. അഥവാ ഒരു നിശ്ചിതമായ സംഖ്യ ഒരു നിശ്ചിത കാലത്തിനുള്ളിൽ ഈ യജമാനന് കൊടുക്കുകയാണെങ്കിൽ അയാൾ ഈ അടിമയെ സ്വതന്ത്രനായി പ്രഖ്യാപിക്കും. അതിനാണ് അറബിയിൽ മുഖാത്തബത്ത് എന്ന് ഇസ്ലാമിൽ പറയുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വരുന്ന ജുവൈരിയ വന്നു പറഞ്ഞു. അപ്പോൾ ആയിഷ അവിടെയുണ്ട്, വീട്ടിലുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഈ സ്ത്രീയെ കണ്ട് അങ്ങേയറ്റത്തെ സൗന്ദര്യവും ശാലീനതയും തറവാടിത്തവും ഒക്കെ മുഖത്തും പ്രകടമായ ഒരു സന്ദർഭത്തിൽ ആയിഷ അത് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നബിയുടെ മുമ്പിൽ വന്ന് സംസാരിക്കുമ്പോൾ അത് സ്വാഭാവികമായ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ആയിഷ റളിയല്ലാഹു അൻഹ ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ജുവൈരിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്ക് ഒരു സാമ്പത്തിക സഹായം വേണം. എൻ്റെ യജമാനന് ആ പണം കൊടുത്ത് എനിക്ക് സ്വതന്ത്രമാകാനുള്ള ഒരു സഹായം എനിക്ക് ചെയ്യണം എന്ന് ജുവൈരിയ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ് നിൻ്റെ അഭിപ്രായം? നിൻ്റെ യജമാനന് കൊടുക്കാനുള്ള പണം മുഴുവൻ ഞാൻ കൊടുത്ത് തീർത്തോളാം. അങ്ങനെ നിന്നെ ഞാൻ ഇത്തിക്ക് ചെല്ലാം. ആ ഇത്തിക്ക് ചെല്ലിയതിന് ശേഷം ഞാൻ നിന്നെ വിവാഹവും കഴിക്കാം. അങ്ങനെ ഇതിന് സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോൾ ജുവൈരിയ സമ്മതം മൂളി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച് കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് സഹാബാക്കൾ ഈ വിവരം അറിഞ്ഞു. അവർ പറഞ്ഞു, എന്താണിത്, ജുവൈരിയയുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ നമ്മുടെ അടിമകളായി കഴിയുകയോ? അതുകൊണ്ട് തന്നെ അസ്ഹാറു റസൂലില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹബന്ധത്തിൽപ്പെട്ട അളിയന്മാരും അതുപോലെ തന്നെ ബന്ധുക്കളുമായ ആളുകൾ നമ്മുടെ അടിമകളോ, അവരെല്ലാവർക്കും മോചനം നൽകി. അങ്ങനെ ഒരു സ്ത്രീ കാരണം ഒരു ഗോത്രത്തിൽ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട അടിമകളാക്കപ്പെട്ട മുഴുവൻ ആളുകളും രക്ഷപ്പെട്ടു. അപ്പോൾ ആ പ്രവാചകൻ്റെ ഭാര്യയായിരിക്കുന്ന, ആ പ്രവാചകൻ്റെ കുടുംബിനിയായിരിക്കുന്ന അവരുടെ ബന്ധുക്കൾ അടിമകളായി അത് പ്രവാചകന് ദോഷമുണ്ടാകാനും മോശമാകാനും ഇടവരുത്തുമല്ലോ എന്ന കാരണം കൊണ്ട് എല്ലാവരും അവർക്ക് മോചനം നൽകി. അത്രമാത്രം ഒരു സമൂഹത്തിന് അനുഗ്രഹം നൽകിയിട്ടുള്ള, അള്ളാഹുവിൻ്റെ വിധിയാൽ അനുഗ്രഹം നൽകിയിട്ടുള്ള സ്ത്രീയാണ് ജുവൈരിയ. മറ്റൊരു ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിൽ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സലൂൽ. ഒരിക്കൽ നബി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അബ്ദുല്ലാഹിബ്നു സലൂൽ ഒരു തണലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഒട്ടകത്തിൻ്റെ ഒട്ടകം നടന്നു പോകുന്ന ഘട്ടത്തിൽ കുറച്ച് പൊടി വാറിയപ്പോൾ അദ്ദേഹം വളരെ ദേഷ്യപ്പെട്ടു. ഗബ്ബറനി ഇബ്നു അബി കബ്ഷ. അപ്പോൾ ഇബ്നു അബി കബ്ഷ എന്ന് എപ്പോൾ റസൂലിനെ വിളിക്കുന്നുവോ അത് റസൂലിനെ അപമാനിക്കുള്ളതാണ്. കാരണം അബൂ കബ്ഷ എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹന്മാരിൽ വളരെയധികം പ്രശസ്തിയൊന്നുമില്ലാത്ത കുറച്ച് വിദൂരമായ കുറേ പിതാക്കന്മാരുള്ള അദ്ദേഹത്തിൻ്റെ അദ്നാൻ വരെ എത്തുന്ന പിതാക്കന്മാരിൽ ഒരാളാണ് അബൂ കബ്ഷ. അപ്പോൾ എപ്പോഴാണോ നബിയെ ആക്ഷേപിക്കേണ്ടത്, കുറ്റം പറയേണ്ടത്, അപ്പോൾ നബിയെ അബൂ കബ്ഷയിലേക്ക് ചേർത്തി പറയുക എന്നുള്ളത് അറബിയുടെ സ്വഭാവമാണ്. അപ്പോൾ ഇബ്നു അബി കബ്ഷ എന്ന് അദ്ദേഹം ആക്ഷേപിച്ചപ്പോൾ തൊട്ടടുത്ത് മകൻ നിൽക്കുന്നുണ്ട്, അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സലൂലിൻ്റെ മകൻ അബ്ദുല്ലാഹിബ്നു അബ്ദുള്ള. അപ്പോൾ അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, എൻ്റെ പിതാവ് പറഞ്ഞു ഞാൻ കേട്ടു, അദ്ദേഹം വളരെ മോശപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ നിർദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ അയാളുടെ തലയെടുത്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. സ്വന്തം പിതാവിനെക്കുറിച്ചാണ് പറയുന്നത്.
മുനാഫിക്കളുടെ തലവനായ മുസ്ലിമാണെന്ന് അഭിനയിച്ച് ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ ഉപദ്രവം ചെയ്യുന്ന ആ മുനാഫിക്കിൻ്റെ മുസ്ലിമായ മുഅ്മിനായ മുഖലിസായ മകൻ അബ്ദുള്ള പറയാണ്, എന്നെ അനുവദിക്കണം, ഞാനിപ്പോൾ അയാളെ കൊന്ന് തല കൊണ്ടുവന്ന് തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാടില്ല, പകരം നീ അദ്ദേഹത്തിന് പുണ്യം ചെയ്യുക. ഒരു മകനെന്ന നിലയ്ക്ക് എന്തൊക്കെ സേവനം നിനക്ക് ചെയ്യാൻ കഴിയുമോ അതൊക്കെ അയാൾക്ക് ചെയ്യുക. അങ്ങനെ ഒരു പിതാവിനോടുള്ള മുഴുവൻ നിൻ്റെ കടമകളും കർത്തവ്യങ്ങളും നീ നിർവഹിച്ച് മുന്നേറുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത്. അപ്പോൾ നബിയുടെ ആ സ്നേഹം, നബിയുടെ ആ കാരുണ്യം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത് മഹബ്ബത്തുർ റസൂൽ എന്ന് പറയുന്നത് അതിൻ്റെ നിദർശനങ്ങളാണ്, അതിൻ്റെ ശരിയായ ഉദാഹരണങ്ങളാണ്. എന്നാൽ റസൂലിനോട് സ്നേഹമുണ്ടെന്ന് വാദിക്കുകയും അതിനെതിരായി ധാരാളക്കണക്കിന് പ്രവർത്തനങ്ങൾ നടത്തുകയും എന്നിട്ട് റസൂലിനോട് പരസ്യമായ സ്നേഹമുണ്ടെന്ന് പറഞ്ഞു നടക്കുകയും ചെയ്യുന്നതിനേക്കാൾ ആത്മാർത്ഥമായി ചെയ്തികളിലൂടെ റസൂലിന് എന്തെങ്കിലും ഒരു മാനസിക വിഷമം പോലും ഉണ്ടാകുന്നതിന് ഇഷ്ടപ്പെടാത്ത സഹാബാക്കളുടെ ചരിത്രമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തരത്തിൽ ആത്മാർത്ഥമായി പ്രവാചകനെ സ്നേഹിക്കുകയും അദ്ദേഹത്തിൻ്റെ ചര്യകൾ ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക റസൂലിക മുഹമ്മദ്.